നമസ്കാരം. കടക്ക് പുറത്ത് പരനാറി കേറിവാട മക്കളെ ചെറ്റകളെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ച ചില പ്രയോഗങ്ങൾ CPM-ന് മൊത്തത്തിൽ തിരിച്ചടിയായിട്ടുള്ള വലിയ ചരിത്രമുണ്ട് നമ്മുടെ മുമ്പിൽ. നമുക്കറിയാം, NK പ്രേമചന്ദ്രനെ ലാക്കാക്കിക്കൊണ്ട് പരനാറി എന്ന് വിളിച്ചതോടെ കൊല്ലം ലോക്സഭാ സീറ്റ് എന്നേക്കുമായി CPM-നെ കൈവിട്ടു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ സീറ്റ് തിരിച്ചു പിടിക്കുവാൻ CPM-ന് പിന്നീട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പിണറായി വിജയന്റെ ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് പാർട്ടിക്ക് കാര്യമായി പരുക്ക് പറ്റിയ സംഭവ വികാസങ്ങൾ ഒത്തിരിയുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ പരുക്കൻ ശൈലിയുടെയും ധാർഷ്ട്യമെന്ന് എതിരാളികൾ വിശേഷിപ്പിക്കുന്ന പെരുമാറ്റത്തിന്റെയും ഉദാഹരണങ്ങളായിട്ട് ഇവ ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് വെളുക്കെ ചിരിച്ചുകൊണ്ട് പിണറായി രംഗത്ത് വരാറുമുണ്ട്. മാധ്യമ പ്രവർത്തകരോട് കടക്കുപുറത്ത് പറഞ്ഞ പിണറായി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് പഴങ്കഥയായെന്ന് വരുത്താൻ വേണ്ടിയിട്ട് കേറിവാടാ മക്കളെ എന്നൊരു പ്രയോഗവുമായിട്ട് ഒരു PR അഭിമുഖം നടത്തിയതിന് പിന്നാലെയാണ് ചോദ്യമുന്നയിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പിണറായി പറഞ്ഞത് നമുക്ക് കേൾക്കേണ്ടി വന്നത്. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ BJP RSS നേതാക്കളുമായിട്ടുള്ള സമാധാന ചർച്ചയ്ക്ക് എത്തിയപ്പോൾ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരോട് പ്രകോപിതനായിട്ട് പറഞ്ഞതാണ് കടക്കുപുറത്ത് എന്നുള്ള വാക്കുകൾ. ഇത് അദ്ദേഹത്തിന്റെ മാധ്യമ വിരുദ്ധ നിലപാടായി ഇന്നും വിമർശിക്കപ്പെടുന്നു. കൊച്ചിയിൽ ഒരു പൊതുപരിപാടിക്കിടെ മാധ്യമ പ്രവർത്തകർ പ്രതികരണം തേടിയപ്പോൾ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ആട്ടിയകറ്റിയ സംഭവം മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറഞ്ഞായിരുന്നു. അന്ന് പിണറായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതുമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ചെറ്റപ്രയോഗവും വാർത്തകളിൽ നിറയുകയാണ്. മലബാറിന്റെ വാമൊഴി വഴക്കമാണ് എന്ന് പിണറായി ആരാധകർ അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മലയാള ഭാഷാ പ്രയോഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഈ ട്രോൾ മെറ്റീരിയലുകൾ സംഭാവന ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് വിജയൻ തന്നെയായിരിക്കും, പിണറായി വിജയൻ. അതേ പിണറായി വിജയൻ പലപ്പോഴായി നടത്തിയ മൂർച്ചയേറിയ ചില പരാമർശങ്ങൾ അതിങ്ങനെയാണ്. വർഷം 2012 മുഹമ്മദ് നബിയുടെ തിരുകേശവുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തിൽ കത്തി നിൽക്കുന്ന കാലം. പിണറായി വിജയൻ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി. വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം കൊടുത്ത മറുപടി ഇതാ ഇങ്ങനെ: മുടിയായാലും നഖമായാലും ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയാൽ പിന്നെ അത് വെറും ബോഡി വേസ്റ്റ് മാത്രമാണ്. കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ കേരളത്തിൽ എത്തിച്ച് മുഹമ്മദ് നബിയുടേത് എന്ന് അവകാശപ്പെടുന്ന മുടിയായിരുന്നു അന്ന് ആ വിവാദ വിഷയം. പിണറായിയുടെ വിമർശനത്തിന് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിണറായിയുടെ അന്നത്തെ പ്രസംഗത്തിന്റെ വീഡിയോ 2020 വീണ്ടും വൈറലായി. അപ്പോഴും താൻ മുൻപ് പറഞ്ഞ ബോഡി വേസ്റ്റ് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടിലാണ് പിണറായി വിജയൻ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നികൃഷ്ടജീവിയാണ്. കാലം 2007. പിണറായി വിജയന്റെ കുപ്രസിദ്ധമായിട്ടുള്ള നികൃഷ്ടജീവി പ്രയോഗം. ഇതിലൂടെ ഉന്നം വെച്ചത് താമരശ്ശേരി ബിഷപ്പായിരുന്ന മാർ പോൾ ചിറ്റിലപ്പള്ളിയെയും. സത്യം മാത്രം പറയുമെന്ന് നാം കരുതുന്ന ഒരു മാന്യൻ ഈ രീതിയിൽ നുണ പറയുകയാണെങ്കിൽ എന്തുമാത്രം നികൃഷ്ടജീവിയായിരിക്കും അയാൾ എന്നായിരുന്നു പിണറായിയുടെ അന്നത്തെ പ്രയോഗം. തിരുവമ്പാടി MLA ആയിരുന്ന മത്തായി ചാക്കോ മരിക്കും മുൻപ് അന്ത്യകൂദാശ സ്വീകരിച്ചിരുന്നു എന്ന് ബിഷപ്പ് പറഞ്ഞത് നുണയായിരുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിണറായിയുടെ ആ പ്രതികരണം. ഇനി മറ്റൊന്ന് വിവരദോഷിയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് പിണറായിയുടെ വിവരദോഷി പ്രയോഗം വന്നത്. നിരണം ഭദ്രാസനത്തിന്റെ മുൻ അധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് ആയിരുന്നു ഇര. ഇടതുപക്ഷ ആശയങ്ങളോട് പരസ്യമായി തന്നെ അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള കൂറിലോസ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ കേരളത്തിലെ CPM-ന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്ന് അഭിപ്രായപ്പെട്ടതായിരുന്നു പിണറായിയെ അന്ന് പ്രകോപിപ്പിച്ചത്. മറ്റൊന്ന് കുലംകുത്തി. RMPയുടെ നേതാവ് TP ചന്ദ്രശേഖരനെ ഉദ്ദേശിച്ചായിരുന്നു പിണറായി വിജയൻ കുലംകുത്തി പ്രയോഗം നടത്തിയത്. കുലംകുത്തികളെന്നും കുലംകുത്തികൾ തന്നെ എന്ന പരാമർശം കടന്നു വന്നത് CPM-ന്റെ അണികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം TPയുടെ ഭാര്യ KK രമയെ കാണാൻ VS അച്യുതാനന്ദൻ പോയതും അതുമായിട്ട് ബന്ധപ്പെട്ട കോളിളക്കങ്ങളുമെല്ലാം കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നവയാണ്. എന്നാൽ ലോക രാഷ്ട്രീയത്തിൽ നിന്നാണ് പിണറായി ഈ പ്രയോഗം അന്ന് കടമെടുത്തത്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ തന്റെ രാഷ്ട്രീയ എതിരാളികളെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിച്ച പ്രയോഗമായിരുന്നു അത് എന്നാണ് പറയപ്പെടുന്നത്. വർഗവഞ്ചകൻ എന്നതർത്ഥം. യഥാർത്ഥത്തിൽ കുലംകുത്തികൾ വർഗവഞ്ചകരാണോ? യഥാർത്ഥത്തിൽ TP ചന്ദ്രശേഖരനെ മാത്രമല്ല, അന്ന് പാർട്ടിയിൽ തന്റെ മറുപക്ഷത്തായിരുന്ന മുതിർന്ന നേതാവ് VS അച്യുതാനന്ദനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് പിണറായി ഈ കുലംകുത്തി പ്രയോഗം നടത്തിയത് എന്ന് വ്യാഖ്യാനങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇനി മറ്റൊന്ന് കടക്കുപുറത്തായിരുന്നു. വലിയൊരു വിഭാഗം മാധ്യമ പ്രവർത്തകരുടെ അസംതൃപ്തിക്കും അതൃപ്തിക്കും കാരണമായി
പിണറായിയുടെ വചനമായിരുന്നു കടക്കുപുറത്ത്. 2017 നടത്തിയ ഈ പരാമർശം ഇന്നും രാഷ്ട്രീയ ട്രോളുകളിലെ ഹോട്ട് ഫേവററ്റുകളിൽ തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ അന്നത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ BJP RSS പ്രവർത്തകരുമായിട്ട് സമാധാന ചർച്ചയ്ക്ക് എത്തിയതായിരുന്നു മുഖ്യമന്ത്രി. ചർച്ച നടക്കുന്ന ഹാളിൽ മാധ്യമപ്രവർത്തകർ അനുവാദമില്ലാതെ പ്രവേശിച്ചതാണ് അന്ന് മുഖ്യമന്ത്രി വളരെ സ്വതസിദ്ധമായ രീതിയിൽ ഗെറ്റ് ഔട്ട് അടിക്കാൻ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിർണായക സ്ഥാനം തന്നെയുണ്ട് പിണറായി വിജയന്റെ പരനാറി എന്ന പ്രയോഗത്തിന്. അദ്ദേഹത്തിന്റെ ഫാൻ ബേസ് എന്ന് പറയാവുന്ന വിഭാഗക്കാർ ആഘോഷമാക്കിയ പ്രയോഗമാണ് എങ്കിലും ഇത് CPM-ന് അന്ന് രാഷ്ട്രീയമായി ദോഷം ചെയ്തു എന്നാണ് പിൽക്കാലത്ത് വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രീയ നിലപാടുമായിട്ട് യോജിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ട് LDF ഇട്ടുപോകുകയും UDF പാളത്തിൽ ചേക്കേറുകയും ചെയ്ത RSP നേതാവ് NK പ്രേമചന്ദ്രനെ കുറിച്ചായിരുന്നു പരനാറി പ്രയോഗം. എന്നാൽ മികച്ച വാഗ്മിയും മികച്ച പാർലമെന്റേറിയനുമായിട്ടുള്ള പേരെടുത്ത പ്രേമചന്ദ്രന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കിട്ടുന്ന പിന്തുണയ്ക്ക് മുന്നിൽ ഈ പ്രയോഗം ബൂമറാങ് ആയി പോയി എന്നുള്ളതാണ്. പിന്നെ ഇതുകൊണ്ട് ഈ കോൺഗ്രസുകാർ BJP-യുടെ ഒക്കച്ചങ്ങായി ആയി നടക്കുകയാണല്ലോ എന്ന് 2018 പിണറായി വിജയൻ പരിഹസിച്ചപ്പോൾ മലബാറിന് തെക്കോട്ടുള്ള മലയാളികളുടെ വൊക്കാബുലറിക്ക് അതൊരു പുതിയ സംഭാവനയായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു അത്തരത്തിലൊരു ഈ ഒക്കച്ചങ്ങായി പ്രയോഗം നടത്തിയിരുന്നത്. മലബാർ മേഖലയിലെ വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് ഈ ഒക്കച്ചങ്ങായി. വിവാഹത്തിന് പോകുമ്പോൾ വരനെ അനുഗമിക്കുന്ന സുഹൃത്ത് എന്നാണ് ഇതിന് അർത്ഥമായി പറയുന്നത്. വരനെ ഒരുക്കാനും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാനുമെല്ലാം ഈ ഒക്കച്ചങ്ങായിക്കാണ് അവകാശമെന്ന് പറയപ്പെടുന്ന തരത്തിൽ. അതുകൊണ്ടാണ് ഈ BJP-യും കോൺഗ്രസിനെയും കുറിച്ച് ഒക്കച്ചങ്ങായി പ്രയോഗം അന്ന് പിണറായി നടത്തിയത്. ഇനിയുമുണ്ട് ഇതുപോലെ പിണറായിയുടെ സംഭാവനകൾ. വിശാല മലയാളം പദാവലിയിലേക്ക് 2022 പിണറായി വിജയൻ സംഭാവന ചെയ്ത വാക്കാണ് പിപ്പിടി വിദ്യ. ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ ഈ മലബാർ മേഖലയിലൊക്കെ ഉപയോഗിക്കുന്ന പേപ്പടി വിദ്യ എന്ന് പറയപ്പെടുന്ന പ്രയോഗത്തിന്റെ ഒരു രൂപമാണ് ഈ പിപ്പിടി വിദ്യ എന്ന് പറയപ്പെടുന്നത്. പേടിപ്പിക്കാൻ വെറുതെ പറയുന്ന വാക്കുകളെ പിപ്പിടി വാക്കുകൾ എന്ന് പറയും. കേരള വിഷയത്തിൽ പ്രതിപക്ഷം പിപ്പിടി വിദ്യ കാട്ടി കേരളത്തിലെ ജനങ്ങളെ പ്രകോപിപ്പിക്കുവാൻ അല്ലെങ്കിൽ പ്രേരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു പിണറായിയുടെ വ്യംഗ്യമായിട്ടുള്ള ആ ഒരു ശ്രമം എന്ന് പറയപ്പെടുന്നത്. ശങ്കർ സംവിധാനം ചെയ്ത് വിക്രം നായകനായിട്ടുള്ള എന്ന തമിഴ് സിനിമയിൽ നിന്നാണ് പിണറായി വിജയൻ കടമെടുത്ത പഞ്ച് ഡയലോഗാണ് അതുക്കും മേലെ. ആ സിനിമയെക്കുറിച്ചോ പിണറായിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അറിയാത്തവർക്കിടയിൽ അവർക്കിടയിൽ പോലും പച്ച മലയാളം പ്രയോഗമായിട്ട് പിന്നീട് അത് മാറുകയായിരുന്നു അതുക്കും മേലെ എന്നുള്ളത്. 2008 CPM-ന്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തിനിടെയാണ് മദ്യപിച്ചെത്തിയ സ്വന്തം പാർട്ടി അണികളെ ശാസിക്കാൻ പിണറായി വിജയൻ ഉഷാദുപ്പിന്റെ ഗാനമേളയെ ഉപമയാക്കിയത്. സമാപന ചടങ്ങിൽ അമിതാവേശം കാട്ടിയ പാർട്ടി പ്രവർത്തകരോട് പിണറായി ചോദിച്ചത് ഇതെന്താ ഉഷാദുപ്പിന്റെ ഗാനമേളയാണോ എന്നായിരുന്നു. പിന്നാലെ ഉഷാദുപ്പ് ഇതിനെതിരെ പ്രതികരിച്ചതും അന്ന് വാർത്തയായി എന്നുള്ളതാണ്. തന്റെ പരിപാടി കാണാൻ വരുന്നവർ കള്ളു കുടിച്ച് തുള്ളുകയല്ല, പാട്ട് ആസ്വദിച്ച് നൃത്തം ചെയ്യുകയാണ് ചെയ്യാറുള്ളത് എന്നും പിണറായി വിജയന്റെ പരാമർശം നിർഭാഗ്യകരമായി പോയെന്നുമായിരുന്നു ഗായികയുടെ അന്നത്തെ പ്രതികരണം. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു ഖേദപ്രകടനമെങ്കിലും ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചായിട്ട് അവർ പറഞ്ഞിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഇനിയുമുണ്ട് CPM-ൽ VS പക്ഷവും പിണറായി പക്ഷവും തമ്മിൽ വിഭാഗീയത രൂക്ഷമായിരുന്ന ഒരു കാലം. ഉറുദുവിൽ നിന്ന് കടമ കൊണ്ട ബക്കറ്റിലെ വെള്ളം എന്ന പ്രയോഗം വന്നത്. കടലിലെ വെള്ളത്തിനുള്ള കരുത്ത് ബക്കറ്റിലെ വെള്ളത്തിനില്ല എന്ന അർത്ഥം വരുന്ന രീതിയിലായിരുന്നു ആ പരാമർശം. അത് വളരെ കൃത്യമായിട്ട് കൊള്ളിച്ചത് VS അച്യുതാനന്ദന് എതിരെയായിരുന്നു. ഇനിയുമുണ്ട് പ്രമുഖ മലയാളം പത്രത്തിന്റെ എഡിറ്ററെ എടോ ഗോപാലകൃഷ്ണ എന്ന് അഭിസംബോധന ചെയ്ത് പിണറായി വിജയൻ നടത്തിയ പ്രസംഗവും അനുയായികളെ സംബന്ധിച്ചുകൊണ്ട് മാസ് ഡയലോഗായിരുന്നു. കത്തി കണ്ടാൽ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ, ഒരുപാട് കത്തികൾ പല വഴിക്ക് വരുമ്പോൾ ആ വഴി നടന്നവരാണ് ഞങ്ങൾ എന്നായിരുന്നു അന്നത്തെ ആ വാക്കുകൾ. താൻ അടക്കമുള്ള CPM നേതാക്കൾ കത്തിയും ബോംബുമായി നടക്കുന്നവരാണ് എന്ന ആരോപണമാണ് അന്ന് പിണറായിയെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ്. കണ്ണൂർ പയ്യാമ്പലത്തെ നായനാർ സ്മാരക സ്തൂപത്തിന് മുന്നിൽ പിണറായി വിജയൻ നടത്തിയ മറ്റൊരു പ്രസംഗം. ആ പ്രസംഗത്തിലാണ് നല്ല നമസ്കാരം എന്ന പ്രയോഗം കേരളം ആദ്യമായി ഉച്ചത്തിൽ കേൾക്കുന്നത്. ഇതെല്ലാം ഒറ്റയ്ക്കൊരാൾ ചെയ്യുന്നതാണ് എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല നമസ്കാരം എന്നായിരുന്നു VS അച്യുതാനന്ദന്റെ അനുയായികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരാമർശം. ആ പ്രയോഗം പിന്നീട് രാഷ്ട്രീയ എതിരാളികൾ പോലും ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെയും ഉണ്ടായി കേരളത്തിലെ CPM-ൽ വിഭാഗീയത കൊടികുത്തി വാണ കാലത്ത് വിരുദ്ധ പക്ഷങ്ങളിൽ നിലയുറപ്പിച്ചവരാണ് എങ്കിലും VS അച്യുതാനന്ദനും പിണറായി വിജയനും മാധ്യമങ്ങളെ വിമർശിക്കുവാൻ ഒരേ പദം പൊതുവായി ഉപയോഗിച്ചിരുന്നു, മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പദം. വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നവരെ ഉദ്ദേശിച്ച് നടത്തിയ ഈ പ്രയോഗം പിന്നീട് കേരള രാഷ്ട്രീയത്തിനും മാധ്യമ വിമർശനത്തിനും സജീവമായിട്ട് മാറി എന്നുള്ളതാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ പഠനകാലത്തെക്കുറിച്ച് പിണറായി വിജയൻ നടത്തിയ 2 പ്രയോഗങ്ങൾ അത് അനുയായികൾക്കിടയിൽ ആവേശവും എതിരാളികൾക്ക് ട്രോളുമായി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു.
അതായത് ഊരിപ്പിടിച്ച വടിവാളുകൾക്കും കഠാരകൾക്കും ഇടയിലൂടെ തലയുയർത്തി നടന്ന കഥയാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ വിദ്യാഭ്യാസ കാലത്ത് കൈകൊണ്ടുള്ള ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് ശബ്ദമുണ്ടാക്കി പേടിപ്പിച്ചതും ആ പേടിപ്പിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളും ഒക്കെ വലിയ ട്രോളായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ മറിച്ചിടാൻ വേണ്ടിയിട്ട് BJP കേന്ദ്ര നേതാവ് അമിത്ഷായ്ക്ക് ഈ തടി പോരാ എന്ന പിണറായി വിജയന്റെ പരാമർശം ബോഡി ഷേമിങ്ങിനെ വിമർശിക്കപ്പെട്ടു. എന്നാൽ ശരീരം എന്ന അർത്ഥത്തിലും തടി എന്ന് പറയാറുണ്ട് എന്ന് അനുയായികൾ അതിനെ ന്യായീകരിച്ചു. ഇത്തരത്തിൽ പിണറായി വിജയൻ വ്യക്തി അധിക്ഷേപത്തിന്റെ അതിരുകൾ ലംഘിച്ച മറ്റൊരു പ്രയോഗമായിരുന്നു അട്ടംപരതി ഗോപാലന്റെ കഥ എന്ന് പറയപ്പെടുന്നത്. അതാരാണെന്നറിയാലോ? കോൺഗ്രസ് നേതാവായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അച്ഛൻ മുല്ലപ്പള്ളി ഗോപാലനെ കുറിച്ചായിരുന്നു ആ പരാമർശം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് പ്രവർത്തകർ ഒളിച്ചിരുന്ന വീടുകളുടെ മച്ചുകൾ തേടിപ്പിടിച്ച് പോലീസിന് ഒറ്റുകൊടുത്തത് കൊണ്ടാണ് അന്ന് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഗോപാലന് അട്ടംപരതി എന്ന് പേര് വീണത് എന്നായിരുന്നു പിണറായി പറഞ്ഞ കഥ. അട്ടംപരതുക എന്ന് വെച്ചാൽ മച്ചിനകത്ത് കയറി പരതുക എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ ഏത് തരത്തിലും എങ്ങനെയും എന്തും വിളിച്ചു പറയാമെന്ന തരത്തിലേക്ക് സാംസ്കാരിക ശൂന്യതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന വ്യക്തിയായി പിണറായി വിജയൻ മാറിപ്പോയോ? അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വലിയ വിവാദങ്ങൾക്കും ഒപ്പം തന്നെ വലിയ ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ച പ്രയോഗങ്ങളായിരുന്നു. ഇത് CPM-ന് മൊത്തത്തിലൊരു തിരിച്ചടിയായ ചരിത്രമാണ് ആ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് കടക്കു പുറത്ത് പരനാറിയെന്ന്. ഇപ്പോൾ ഇതാ അതേ മാധ്യമങ്ങളെ തിരിച്ചു വിളിക്കുമ്പോൾ പറയുന്നത് കേറി വാടാ മക്കളെ ചെറ്റകളെ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു.